പരിശുദ്ധ പരമദിവ്യകാരുണ്യമായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതാ നമ്മുടെ ദൈവം, നമ്മെ കാണുന്ന നമ്മുടെ ദൈവം, നമ്മെ കേൾക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ തിരിച്ചറിയുന്ന നമ്മുടെ ദൈവം ഇതാ താരയിൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ തമ്പുരാൻ ഇറങ്ങി വന്നിരിക്കുന്നു. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത തമ്പുരാൻ, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, നിങ്ങൾ പാനം ചെയ്യുവിൻ എന്നരുളി ചെയ്ത തമ്പുരാൻ ഇതാ നമ്മോടൊത്ത് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നു. മനുഷ്യൻ്റെ കൂടെ ആകാൻ കൊതിക്കുന്ന ദൈവത്തിൻ്റെ വ്യത്യസ്തമായ പഴയ നിയമസൂചനകൾ ഈ ദിവസങ്ങളിൽ നാം കാണുകയും ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നു. മനുഷ്യൻ്റെ കൂടെ നടക്കാൻ കൊതിക്കുന്ന ദൈവം, മനുഷ്യനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായി സംരക്ഷണ കവചങ്ങൾ ഒരുക്കുന്ന ദൈവം നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലെ ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 24 തിരുവചനത്തിലെ രാത്രിയുടെ അന്ത്യയാമത്തിലെ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി എന്ന്. ഇത് കണ്ട് ഈജിപ്തുകാർ പറഞ്ഞു, കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന്. സ്നേഹമുള്ള ഈശോയെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൗദാത്തെ എക്സുൽത്താത്തെ, നമ്മുടെ ക്രൈസ്തവ ജീവിതം ഒരു ആത്മീയ സമരമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ദുഷ്ടശത്രുവിൽ നിന്ന്, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, തെറ്റിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന്, പിശാചിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംരക്ഷിക്കുന്നത്, കാത്തുപരിപാലിക്കുന്നത് ഈശോയെ അങ്ങയുടെ തിരുശരീരവും തിരുരക്തവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുക്കുരിശാൽ ഈ ലോകത്തിൽ നേടിയിട്ടുള്ള വിജയം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ തമ്പുരാനെ, മരണത്തിന്മേൽ അങ്ങ് നേടിയിട്ടുള്ള തിരുവുത്ഥാനത്തിൻ്റെ വിജയം ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ദിവ്യ സംരക്ഷണം
ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അങ്ങയുടെ തിരുവിലാവിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോയെ. അങ്ങയുടെ തിരുച്ചോരയാൽ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ ഈശോയെ. തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെ ചേർക്കണമേ ഈശോയെ. തിരുച്ചോരയ എന്നെ കഴുകണമേ. തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെ ചേർക്കണമേ ഈശോയെ. തിരുച്ചോരയ എന്നെ കഴുകണമേ. തിരുക്കുരിശിൻ അടയാളത്താൽ എന്നെ കാക്കണമേ ഈശോയെ. തിരുച്ചോരയ എന്നെ കഴുകണമേ. തിരുഹൃദയത്തിൻ സ്നേഹത്താൽ എന്നെ പൊതിയണമേ ഈശോയെ. തിരുച്ചോരയ എന്നെ കഴുകണമേ. തിരുവുത്ഥാന പ്രഭയാൽ എന്നെ ശക്തനാക്കണമേ ഈശോയെ. തിരുച്ചോരയ എന്നെ കഴുകണമേ. സത്യാത്മാവിൻ അഭിഷേകത്താൽ പൂർണ്ണനാക്കണമേ ഈശോയെ. തിരുച്ചോരയ എന്നെ കഴുകണമേ ഈശോയെ. തിരുച്ചോരയ എന്നെ കഴുകണമേ. നമ്മുടെ ജീവിതം മുഴുവൻ, നമ്മുടെ വേദനകൾ മുഴുവൻ, നമ്മുടെ നൊമ്പരങ്ങൾ മുഴുവൻ, നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും എല്ലാവരെയും ഈശോയുടെ തിരുച്ചോരയുടെ ദിവ്യ സംരക്ഷണം, ദിവ്യകാരുണ്യ വിശുദ്ധീകരണത്തിന്റെ ദിവസങ്ങളിൽ നമ്മിൽ വന്ന് നിറയാനായി തിരുക്കുരിശിന്റെ വലിയ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് നിറയാനായി തിരുഹൃദയത്തിന്റെ സ്നേഹത്താൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം നവീകരിക്കപ്പെടാനായി ഈശോയെ, അങ്ങയുടെ തിരുവുത്ഥാനത്തിന്റെ ഈ ദിവസങ്ങൾ അനുസ്മരിക്കുന്ന ഈ പുണ്യ ദിവസങ്ങളിൽ അങ്ങയുടെ തിരുവുത്ഥാനത്തിന്റെ സാക്ഷികളായി മാറാനായി പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ ഞങ്ങളെ നയിക്കണമേ. പന്തക്കുസ്ത തിരുനാളിനായി സജീവമായി ഒരുങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും വലിയ രോഗസൗഖ്യങ്ങളും സംഭവിക്കുന്ന നിമിഷങ്ങളാണിത്. തീഷ്ണതയോടെ നമ്മുടെ നിയോഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്ന ഈശോയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് നമുക്ക് തമ്പുരാന്റെ അഭിഷേകം സ്വീകരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുപാടിക്കൊണ്ടിരിക്കാം. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ, ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ, ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. ഈശോയുടെ ദിവ്യമായ സാന്നിധ്യത്തിലെ നമ്മായിരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷം ഈ ദിവസങ്ങളിലൊക്കെ പഴയ നിയമത്തിലുള്ള ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കുകയായിരുന്നു. മുന്നൊരുക്കമായി ഈശോയുടെ സജീവ സാന്നിധ്യത്തിന്, ദൈവത്തിൻ്റെ തന്നെ സജീവ സാന്നിധ്യത്തിന് മുന്നൊരുക്കങ്ങളായിട്ട് നമ്മളത് കാണുകയായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിലെ നാം വായിക്കുന്നു, വിശക്കുന്ന ജനത്തിനായി ദൈവമായ കർത്താവ് ഭക്ഷണം നൽകുന്നത് മന്ന. അവിടെ മനോഹരമായി ഓരോരുത്തരോടും മോശ കൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളത് ശേഖരിക്കുവിനെന്ന്. ഓരോരുത്തരും ശേഖരിച്ചത് അവരവർക്ക് ഭക്ഷിക്കുവാൻ മാത്രമുള്ളതായിരുന്നു. സ്നേഹമുള്ളവരെ, 40 വർഷക്കാലം നമ്മൾ മനസ്സിലാക്കുന്നു, യഹൂദന്മാരുടെ 2-ാം മാസത്തിലെ 15-ാം ദിവസം മുതലേ ഇസ്രായേൽ ജനം ആ വാഗ്ദാന ഭൂമിയിൽ പ്രവേശിക്കുന്ന ആ ദിവസം വരെ ദൈവമായ കർത്താവ് ആ ജനത്തിന് ഭക്ഷിക്കാനായിട്ട് മന്ന കൊടുത്തു. വലിയൊരു സൂചന ഇത് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നൽകുന്നുണ്ട്. വാഗ്ദാന നാട്ടിൽ എത്തിച്ചേരുവോളം നാം ഭക്ഷിക്കേണ്ട ദിവ്യമായ ആഹാരമാണ്
അൾത്താരയിലെ ഈശോയുടെ ശരീരം ഈശോ അരുൾ ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. ഈ ഭക്ഷണവും ഈ പാനീയവും ഭക്ഷിച്ചാലാണ് നമുക്ക് വാഗ്ദാന നാട്ടിൽ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. മന്ന ഭക്ഷിച്ചിട്ടുള്ള പലരും ആ വാഗ്ദാന നാട്ടിൽ പ്രവേശിച്ചില്ല. പക്ഷേ ഈശോ നമുക്ക് നൽകുന്ന വാഗ്ദാനം, തൻ്റെ ശരീരവും രക്തവും നാം ഭക്ഷിച്ചാൽ നമുക്ക് നിത്യജീവനുണ്ട് എന്നുള്ള വലിയ വാഗ്ദാനമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരെ നിത്യജീവനുണ്ട് എന്നുള്ള ഈശോയുടെ സുദൃഢമായ വാഗ്ദാനം നമ്മുടെ മനസ്സുകളിൽ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തൊരു സൂചന എനിക്ക് നിങ്ങൾക്ക് നൽകാനായിട്ട് തോന്നുന്നത് രാജാക്കന്മാരുടെ പുസ്തകം, 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. എലിയാ പ്രവാചകൻ ദൈവത്തിനെ ബലിയർപ്പിച്ചതിന് ശേഷം വേട്ടയാടപ്പെടുന്ന ഒരവസ്ഥ. ജെസബൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ദൈവത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആ രാജ്ഞി ഏലിയായെ വേട്ടയാടുന്നു. ഏലിയ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയാണ് യൂദയായിലേക്ക്. കൂടെ ഉണ്ടായിരുന്ന ഭൃത്യൻ വേർപിരിഞ്ഞു പോകുന്നു. ക്ഷീണിച്ചവശനായി ഏലിയ കിടന്നുറങ്ങുകയാണ്. ദൈവമായ കർത്താവ് തട്ടി ഉണർത്തിക്കൊണ്ട് പറയുന്നു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. ഒരു ദൂതൻ, കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തിക്കൊണ്ട് ഏലിയ നോക്കുമ്പോൾ അപ്പവും വെള്ളവും കാണാം. അത് ഭക്ഷിച്ച് ഏലിയ വീണ്ടും കിടന്നുറങ്ങുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ വീണ്ടും തട്ടി ഉണർത്തിക്കൊണ്ട് ഏലിയായോട് പറയുന്നു, എടുത്ത് ഭക്ഷിക്കുക, യാത്ര ദുഷ്കരമാകാം. അത് വീണ്ടും എടുത്ത് ഭക്ഷിച്ച് ഏലിയ 40 ദിനരാത്രങ്ങൾ യാത്ര ചെയ്ത് ദൈവമായ കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദിവ്യകാരുണ്യത്തെ സ്വീകരിച്ച് ദൈവമായ കർത്താവിൻ്റെ തിരുമലയിലെത്താനായിട്ടുള്ള ഒരു തിരുസന്നിധിയിലേക്കുള്ളൊരു യാത്രയാണ് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതയാത്ര എന്ന് നാം ഈ അവസരത്തിൽ തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഭക്ഷിക്കേണ്ട, ജീവിതത്തിൽ ശക്തിക്കായി നാം ഭക്ഷിക്കേണ്ട, യാത്ര ദുഷ്കരമാകുമ്പോൾ നമുക്ക് ശക്തി പകരുന്ന തമ്പുരാൻ്റെ തിരുസാന്നിധ്യമായി ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കാനായി നമുക്ക് ഒരുങ്ങേണ്ടതുണ്ട്. കോവിഡിൻ്റെ കാലഘട്ടമാണ്. ദേവാലയങ്ങളൊക്കെ വീണ്ടും തുറക്കപ്പെട്ട് കഴിഞ്ഞു. സാധ്യമാകുന്ന സമയങ്ങളിലൊക്കെ തമ്പുരാൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവാനായി ദേവാലയങ്ങളിലേക്ക് കോവിഡിൻ്റെ പ്രോട്ടോക്കോളുകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നാം തിരികെ നടക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ നാം ദേവാലയത്തിൽ തിരികെ വരേണ്ടതുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മുടെ വരവിനെ കാത്തുകൊണ്ട്, വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ പ്രേക്ഷിതനായ വിശുദ്ധ ചാവറ പിതാവ് ആ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ മണിക്കൂർ മുട്ടുകുത്തി നിന്ന് കണ്ണീര് വാർത്തി പ്രാർത്ഥിക്കുന്ന വിശുദ്ധനായ ചാവറ പിതാവ്, കേരള സഭയുടെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ പ്രേക്ഷിതനായ CMI CMC സന്യാസ സമൂഹങ്ങൾ ആരംഭിക്കാനായിട്ട് നേതൃത്വം നൽകിയ വിശുദ്ധി നിറഞ്ഞ ചാവറ പിതാവ് നമ്മോട് പറയുന്നത്, ആ അൾത്താരകളിലേക്ക് തിരികെ വരാൻ, ദിവ്യകാരുണ്യത്തിലെ ഈശോയെ നോക്കി നിൽക്കുന്ന വിശുദ്ധ ചാവറ പിതാവിനെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈശോയെ അൾത്താരയിൽ വീണ്ടും കാണാൻ, നമ്മുടെ കൂടെ വസിക്കാൻ കൊതിക്കുന്ന തമ്പുരാനെ വീണ്ടും മനസ്സിലാക്കാൻ. വാഴ്ത്തപ്പെട്ട കാർലോ അക്കൂത്തിയൂസ്, കാർലോ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതങ്ങൾ ഈ ലോകത്തിൻ്റെ മുമ്പിലെ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വരച്ചു വെച്ച ആ ചെറുപ്പക്കാരനായ വിശുദ്ധൻ ഈ ചെറുപ്പത്തിൻ്റെ തലമുറകളോട് പറയുന്നത്, ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്, ഈശോ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഗോഡ് ഈസ് വിത്ത് യു. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്, ഈശോയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ഈശോയുടെ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ പ്രസിദ്ധപ്പെടുത്താൻ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഈ യുവതലമുറയോട് ഈശോ ആവശ്യപ്പെടുകയാണ്. നമുക്ക് വരണം,
പ്രിയമുള്ളവരെ, തമ്പുരാന്റെ തിരുസാന്നിധ്യത്തിലേക്ക്, ഈ അൾത്താരയിലേക്ക് തിരികെ വരണം. തമ്പുരാന്റെ അൾത്താരകളിലേക്ക് ദൈവജനം തിരിച്ചു വരണം. അവരൊരു സമൂഹമായി ഉടമ്പടി ജനമായി തീരുന്നത് സിനായ് മലയിൽ. വിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ മറ്റൊരു പ്രതീകം. ആ ജനത്തിന് മുകളിൽ തിരുരക്തം, ആടിൻ്റെ രക്തം തെളിച്ചുകൊണ്ട് മോശ പറയും, നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ് എന്ന്. പിതാക്കന്മാര് ധ്യാനിച്ചുകൊണ്ട് പറയും, ഈശോയുടെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനം, തമ്പുരാന്റെ സ്വന്തം ജനം. ആ തമ്പുരാൻ തിരുശരീരവും തിരുരക്തവും നമുക്ക് വേണ്ടി നൽകാനായി ദേവാലയങ്ങളിൽ കാത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാകണം എന്നുള്ള തമ്പുരാൻ്റെ ആഗ്രഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി സ്നേഹമുള്ളവരെ, നമ്മുടെ ദേവാലയങ്ങൾ വീണ്ടും നമുക്ക് തുറക്കാം. സെന്റ് ഗ്രിഗറി ഓഫ് നൈസ അൾത്താരയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് സുന്ദരമായ പഠനങ്ങൾ നടത്തിയ സഭാപിതാവ്. ആദ്യ മാതാപിതാക്കന്മാർ ഒരു കനി തിന്ന് അവർ പാപം ചെയ്തെങ്കിൽ, ഭക്ഷണത്തിലൂടെ അവർ പാപികളായെങ്കിൽ, ഭക്ഷിച്ചുകൊണ്ട് സുഹൃതത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാൻ സെന്റ് ഗ്രിഗറിയുടെ മനോഹരമായ പഠനം. ആദ്യത്തെ ഭക്ഷണം അത് പാപത്തിന്റെ കനിയായിരുന്നെങ്കിൽ, തമ്പുരാന്റെ ശരീരവും രക്തവും നാം സ്വീകരിക്കുമ്പോൾ, ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ, അതതിന് മറുമരുന്ന്, നമ്മുടെ ജീവിതത്തിന് സൗഖ്യമായി, നമ്മുടെ ജീവിതത്തിന് സാന്ത്വനമായി തമ്പുരാന്റെ ശരീരവും രക്തവും മാറുമെന്ന് സെന്റ് ഗ്രിഗറിയുടെ മനോഹരമായ പഠനം നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ആദ്യത്തെ ആ പാപത്തിന്റെ കനി കഴിച്ചപ്പോൾ മനുഷ്യനിൽ ഭിന്നത വന്നു. അവൻ്റെ ശരീരം, അവൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കാതായി, ആത്മാവ് പറയുന്നത് കേൾക്കാതായി. അവരുടെ ഇടയിൽ ഭിന്നത, ദൈവവുമായുള്ള ഭിന്നത. ഇതാ ദിവ്യകാരുണ്യം. ഈ വിശുദ്ധിയുടെ കനി നാം സ്വീകരിച്ചാൽ, ഈ വിശുദ്ധിയുടെ അപ്പവും രക്തവും നാം സ്വീകരിച്ചാൽ, നമ്മിലെല്ലാം തിരികെ വരും. സെന്റ് ഗ്രിഗറി പഠിപ്പിക്കുന്നത് യൂക്കറിസ്റ്റ് ഈസ് ദ അൾട്ടിമേറ്റ് കോമ്പിനേഷൻ ഏജന്റ്. എന്നിൽ തന്നെ പരിപൂർണത, ചുറ്റുപാടും ഐക്യം, ദൈവവുമായുള്ള പരിപൂർണമായ ഐക്യത്തിലേക്ക് പരിശുദ്ധ കുർബാനയിലൂടെ നടക്കാൻ ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ള സഭാപിതാവിൻ്റെ സുന്ദരമായ പഠനം നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. വലിയ വിശുദ്ധന്മാരെ നമ്മെ പഠിപ്പിക്കുന്ന ഈ വലിയ വിശുദ്ധന്മാരെ, സഭാപിതാക്കന്മാരെ, അവരുടെ എല്ലാം മാധ്യസ്ഥം ഈ സമയം നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള സഭാപിതാക്കന്മാരുടെ, അപ്പോസ്തലന്മാരുടെ ദിവ്യ പ്രബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ തമ്പുരാനെ ആരാധിച്ചേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായി നമ്മുടെ മനസ്സുകളെ നമുക്കൊരുക്കാം. ഈശോ നമ്മെ സ്പർശിക്കുന്ന ദിവ്യനിമിഷം. 40 വർഷക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ പഴയ നിയമജനത്തിനെ മന്ന വർഷിച്ചവൻ, 40 രാവും പകലും യാത്ര ചെയ്യാനായി ഏലിയ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ ആപ്പവും വെള്ളവും ദൈവദൂതനിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ കൊതിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ യാത്ര ദുഷ്കരമാകുമ്പോൾ ഈശോയെ അങ്ങ് കൂടെയുണ്ടെന്നുള്ള വലിയ വിശ്വാസ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ ഈശോയെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളൊക്കെ എൻ്റെ അരികിലേക്ക് ഓടിവരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ഈശോയെ, ഞങ്ങളുടെ ജീവിതം പലപ്പോഴും, ഞങ്ങളുടെ യാത്ര പലപ്പോഴും ദുഷ്കരമാകുമ്പോൾ, ഞങ്ങൾ തളർന്നുറങ്ങുമ്പോൾ ഞങ്ങൾ തട്ടിയുണർത്തി അപ്പനെപ്പോലെ ഒരമ്മയെപ്പോലെ വെച്ച് വിളമ്പുന്ന സ്നേഹമായ ദിവ്യകാരുണ്യമേ,
നല്ല ദൈവമേ, ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. അത് ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈശോയെ അങ്ങ് മാറണമേ. ഞങ്ങളെ സ്വന്തമാക്കണമേ. ഞങ്ങൾ അങ്ങയുടെ സ്വന്തം ജനമാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ സാക്ഷ്യ ജീവിതങ്ങളായി മാറുവാനായിട്ടുള്ള അങ്ങയുടെ വലിയ അനുഗ്രഹവും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങളിതാ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.